പിന്നെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. NDA പ്രതിനിധീകരിച്ച് BJP നേതാവ് കാന്തല്ലൂർ സജിയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. UDFനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വിനോദ് സെന്നിനെയും സ്നേഹാദരങ്ങളോട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നെയ്യാറ്റിൻകരയിലെ പ്രബുദ്ധരായ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം സന്ദീപിൽ നിന്ന് ആരംഭിക്കുകയാണ്. സന്ദീപ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർച്ച് 15-നാണ് ജനസഭ ആരംഭിച്ചത്. ഞങ്ങൾ കേരളം മുഴുവൻ, കാരണം സമയമില്ലാത്തതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ മാത്രമാണ് ജനസഭ സംഘടിപ്പിച്ചത്. മിനിഞ്ഞാന്ന് തലശ്ശേരിയിലായിരുന്നു. ഇപ്പോൾ പൊതുവിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട്. നെയ്യാറ്റിൻകരയിലെ അവസ്ഥ എങ്ങനെയാണ്? നിങ്ങൾ വികസനമാണോ മുന്നോട്ട് വയ്ക്കുന്നത്? എന്താണ് പ്രതീക്ഷ ഇടതുമുന്നണിയുടെ? പൊതുവേ വിരുദ്ധ വികാരമുണ്ട് എന്ന വാദത്തെ തന്നെ ആദ്യം തന്നെ ഖണ്ഡിക്കുകയാണ്. അങ്ങനൊരു ഭരണവിരുദ്ധ വികാരം എന്തായാലും കേരളത്തിലില്ല. നിങ്ങൾ ചിലപ്പോൾ പാറശാലയിൽ പോയപ്പോൾ ചിലപ്പോൾ അപ്പുറത്ത് തമിഴ്നാടാണ്, ചിലപ്പോൾ അപ്പുറത്ത് കാസർഗോട്ടേക്ക് പോയപ്പോൾ മഞ്ചേശ്വരത്ത് പോയപ്പോൾ ചിലപ്പോൾ കർണാടകയായിരിക്കും. ചിലപ്പോൾ അവിടെയൊക്കെ ആ നിലയിൽ എന്തെങ്കിലും ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്തായാലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു തരംഗം ഉണ്ട്. ആ തരംഗം നെയ്യാറ്റിൻകരയിൽ ജനകീയ MLA ആയ കെ ആൻസലിനും ഗുണമായി വന്നുകൊണ്ട് ഈ മണ്ഡലത്തിൽ കെ ആൻസലൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് 16-ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. അപ്പോൾ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണോ നിങ്ങൾ എടുത്തു പറയുന്നത്? തീർച്ചയായും വികസനമാണ് ചർച്ച. വികസനത്തിൻ്റെ അടിത്തറയാണ് ചർച്ചയുടെ ആധാരം. രാഷ്ട്രീയം ചർച്ചാ വിഷയമാകുന്നില്ല. വികസനമേ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണല്ലോ. രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുള്ള വികസന കാഴ്ചപ്പാടുകളാണല്ലോ ഓരോ മുന്നണിയുടെയും മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും മതം പറയുന്ന, അല്ലെങ്കിൽ മതത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, ജാതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയത്തിനപ്പുറം വികസനത്തെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തന്നെ കെ ആൻസലിൻ്റെ നേതൃത്വത്തിൽ ഉള്ളൊരു റോഡ് ഷോ നെയ്യാറ്റിൻകര പട്ടണത്തിലൂടെ കടന്നുപോയി. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളാണ്, അറിയിപ്പ് കൊടുത്തല്ല അവരൊക്കെ എത്തിച്ചേർന്നത്. അതിൽ ഇടതുമുന്നണി പ്രവർത്തകർ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഒരു ഇടതുമുന്നണി പ്രവർത്തകനായ എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതാണ് നെയ്യാറ്റിൻകരയിലെയും പൊതുവിൽ കേരളത്തിലെയും ട്രെൻഡ് എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഓക്കെ സജി, ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നാണ് ഇടതുമുന്നണി ചോദിക്കുന്നത്. അതേസമയം BJP NDA മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ വികസന പരിപ്രേക്ഷ്യമാണ്. കേരളം വികസിക്കണം, അതുകൊണ്ട് തന്നെ കേരളം മാറി ചിന്തിക്കും എന്നൊരു ശുഭപ്രതീക്ഷയിലാണ് ഇക്കുറി NDA തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നെയ്യാറ്റിൻകരയിലെ പ്രതീക്ഷ എന്താണ്? തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നെയ്യാറ്റിൻകരയിലെ വികസന വിഷയങ്ങൾ